ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇനി നോ മോർ ഫർദർ ഡിസ്കഷൻസ്. അപ്പോൾ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹു ഹാഡ് സോ മച്ച് പ്ലാൻസ് അബൌട്ട് ദ വെഡിങ്? വെഡിങ് ഡ്രസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്ലാൻസ് ഉണ്ടായിരുന്നത് ആർക്കാണ്? യെസ്, ആൻസർ കറക്റ്റ് ആണെങ്കിൽ യു കെൻ ഷെയർ ഫോർ ദം. ഇഫ് ഇറ്റ് ഇസ് റോങ് ഞാൻ ചെറിയ പണിഷ്മെന്റ് ഒക്കെ ചിലപ്പോൾ തന്നുകൊണ്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും പുതിയതായിട്ട് ഒരാൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും പാവം എന്ന് തോന്നുന്നത് ആരെയായിരിക്കും? Would it be Sama or Alhana? മിസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അൽഹന പറയുന്ന സമയനെയാണ് എല്ലാവരും പാവം എന്ന് വിചാരിക്കുന്നത്. ആൻഡ് യു സെഡ് ദ വൈസ് വേഴ്സ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് among both of you who has a crazy bunch of friends or cousins? ഓക്കെ, ഇപ്പോൾ ആൻസർ വന്നപ്പോൾ മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. യെസ്, ഇനി നിങ്ങൾ രണ്ടുപേരിൽ കുറച്ച് ഹയർ ലെവൽ ഓഫ് പേഷ്യൻസ് ഉള്ളത് ആർക്കായിരിക്കും? ക്ഷമ കുറച്ച് കൂടുതലുള്ളത് ആർക്കായിരിക്കും? അൺഡൗട്ടഡ്ലി ഒരു സംശയമില്ലാതെ കറക്റ്റ് ആക്കിയിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ രണ്ടുപേരിൽ പുതിയതായിട്ട് ആൾക്കാരെ കാണുമ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് ആർക്കാണ്? അറേസ് ചെയ്തോ ആർക്കായിരുന്നു? ആണോ? സമാൻ യെസ്. ഇനി നിങ്ങൾ രണ്ടുപേരിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹു വാസ് മോർ സ്റ്റുഡിയസ്, അല്ലെങ്കിൽ പഠിപ്പി എന്നുള്ളൊരു ലേബൽ ഉണ്ടായിരുന്നത് ആർക്കാണ്? ആണല്ലോ അല്ലേ? ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ല. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരായിരിക്കും? ഇപ്പൊ ഒരു ഫോൺ കോൺവെർസേഷനിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? ഹൂസ് നോട്ട് ടോക്കറ്റീവ്. നിങ്ങൾ രണ്ടുപേരും ഒക്കെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ആൻസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോളും. രണ്ടുപേരും നിർത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരിൽ കുറച്ച് കൂടുതൽ ഫാഷൻ സെൻസ് ഒക്കെ ഉള്ളത് ആർക്കായിരിക്കും? ഇനി തമാശ ഒക്കെ പറയുന്ന കൂട്ടത്തിലാണോ? നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും അല്ല, ജീവിതം ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നവരാണോ? എന്നാലും നിങ്ങൾ തമാശ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരുടെ തമാശയ്ക്കായിരിക്കും ഒരാളെങ്കിലും ചിരിക്കാൻ ചാൻസ് ഉള്ളത്? ആണോ? യെസ്, തമാശകൾ ഇങ്ങനെ നടക്കട്ടെ. ഓക്കെ, the next one is I think all of us have an answer for this. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ who takes more time to get ready? ഈ ക്വസ്റ്റ്യൻ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഫൈറ്റ് ചെയ്യാറുണ്ടോ? ചെറുതായിട്ട് സ്നേഹം കൊടുത്താണ് അടി ഉണ്ടാകത്തുള്ളൂ. സോ അങ്ങനെ ആ ഒരു കേസസിൽ ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്താൽ തന്നെ who apologizes first, അല്ലെങ്കിൽ സോറി പറഞ്ഞ് കോൺവെർസേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ബി ഓണസ്റ്റ്. ആണോ? വേണ്ട. ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാശ് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്ത് കളയുന്നത് ആരായിരിക്കും? Who's not shopaholic basically? Undoubtedly. അങ്ങനെയാണോ കാശ്? ഓക്കെ, സ്വന്തമായിട്ട് വാങ്ങുന്നതാണോ അതോ പാർട്ട്ണറിന് ഗിഫ്റ്റ് വാങ്ങുന്നതാണോ? ഇനി അങ്ങോട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഡേറ്റ്സ് ഓർത്ത് വെക്കുക എന്നുള്ളത്. ബർത്ത്ഡേറ്റ്, ആനിവേഴ്സറി ഡേറ്റ്, ഫസ്റ്റ് മീറ്റ് ചെയ്ത ഡേറ്റ്, ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് ഡേറ്റ്സ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഹൂസ് മോർ ലൈക്ലി ടു ഫോർഗെറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇൻ യുവർ ലൈഫ്? ആക്ച്വലി ചെക്കിങ് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നുണ്ടോ എന്നുള്ളത്. റൈറ്റ് ആണ്. അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ചാൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ആൻഡ് ലാസ്റ്റ്ലി ആലോചിച്ച് ഉത്തരം പറയാം. Who do you think is more lucky? So let me give you a clue for you. സമയം കിട്ടാനായിട്ട് അൽഹനയാണോ ലക്കി എന്നോ അൽഹനയെ കിട്ടാനായിട്ട് സമയമാണ് കൂടുതൽ ലക്കി? ആണോ? ആക്ച്വലി we think both of them are lucky. കാരണം made for each other ആണ്. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് ജീവിതം പോവുകയാണ്. So let's all cheer for them. ഒരു നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് we accept you as a beautiful. 2, 1, go.
Dress. Be careful with the dress. ശരിക്കും നിങ്ങൾക്ക് കിട്ടാത്ത ആളാണോ നിങ്ങൾ ആക്ട് ചെയ്യുന്നതാണോ മനസ്സിലാവുന്നില്ലല്ലോ. ആർക്കെങ്കിലും കിട്ടിയായിരുന്നു ഉറങ്ങുക. കിട്ടി സംഭവം കിട്ടി. എന്നിട്ടില്ലേ ഫ്രണ്ട് റീലില്ലായിരുന്നോ? ഇല്ലേ? എത്ര ഡിഫിക്കൽട്ട് ആണ് കണ്ടു. നിനക്ക് റീലില്ലേ? ഐ ഡോണ്ട് തിങ്ക് സോ. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. ഓക്കെ, ഹിയർ വി ഹാവ്